മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കൊന്ന പാപം തിന്നാൽ പോകും. അതേസമയത്ത് തന്നെ വാൽമീകിയോട് അയാളുടെ വീട്ടുകാർ പറഞ്ഞത്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിന്നലും അനുഭവവും. തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുന്നത് അനുഭവം എന്നാണ്. ഈ അനുഭവം എനിക്കൊരു കഥയുണ്ട്. ഞാൻ നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത്, എൻ്റെ റോഡ് സൈഡിലെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും 1/2 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ആട് കരഞ്ഞു വരുന്ന ശബ്ദം കേൾക്കാം. അത് ആ ആടിനെ പിടിച്ചുകൊണ്ട് ഒരാൾ കയറും പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന കാണാം. അതിനുശേഷം 1/2 കിലോമീറ്റർ ദൂരം വരെ ഇതിൻ്റെ കരച്ചിൽ, കരഞ്ഞുകൊണ്ടേ പോകുന്നത്, മിണ്ടാതെ പോവില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടേ പോകും. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ പശുക്കളെ നോക്കുന്നവരും ആടിനെ നോക്കുന്നവരും കയറ് പിടിച്ച് കൊണ്ടുപോകുന്നതെല്ലാം കാണാണ്ട് അതൊന്നും കരയാറില്ല, ആടുകൾ കരയാറില്ല. പക്ഷേ ഈ ആട് കരഞ്ഞ് പോവുള്ളൂ. അത് ഒരാഴ്ച മാത്രമല്ല, എല്ലാ ആഴ്ചകളിലും അയാൾ കൊണ്ടുവരുന്ന ആടുകൾ മുഴുവൻ കരഞ്ഞാണ് പോകുന്നത്. കാരണം ഇതിനെ കൊണ്ടുപോകുന്നത് അറക്കാൻ വേണ്ടിയിട്ടാണ്, കൊല്ലാൻ വേണ്ടിയിട്ടാണ്. കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി അവിടെയുള്ള ആളുകൾക്ക് കൊടുത്ത്, അത് അയാളൊരു ആഴ്ചയിലുള്ളൊരു ബിസിനസ്സാണ് അയാളുടെ. ആഴ്ചയിൽ മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ആടിനെ കൊല്ലും, അതിൻ്റെ ഇറച്ചി വിൽക്കും. അപ്പോൾ ഇയാളുടെ അന്ത്യം അതിഭയങ്കരമായിരുന്നു. ഇയാൾക്ക് അസുഖം വന്ന് നോക്കാൻ ആളില്ലാതെ, വെള്ളം കുടിക്കാൻ ആളില്ലാതെ, അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ മരിച്ചത്. അപ്പോൾ കൊന്ന പാപം അയാൾ തിന്ന് തന്നെ പോയി എന്നാണ് പോകുന്നത്. അയാളോട് കൂടെ ആ പാപം പോയിട്ടുണ്ടാവണം. അതാണ് ആ ദുഷ്ടത്തരം ചെയ്യുന്നവർക്ക്. കുറേ മണ്ടന്മാരങ്ങനെ ചോദിച്ചു കാണാറുണ്ട്, പച്ചക്കറികൾ കഴിക്കേണ്ട അതിന് ജീവനില്ലേ, ചെടികൾ കഴിക്കേണ്ട അതിന് ജീവനില്ലേ. പക്ഷേ അതിനൊന്നും നടക്കാനും അതുപോലെ ചിന്തിക്കാനും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു പോകാനും ഉള്ള ഒരു സ്ഥിതി വിശേഷം ഈ ചെടികൾക്കൊന്നുമില്ല. കാരണം ഇത്രമാത്രം മനുഷ്യനെ പോലെ അതിനാണ് ബുദ്ധിശേഷിയില്ല. അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ ചെടികൾക്ക് ബുദ്ധിശേഷിയില്ല. മാത്രമല്ല, ചെടികളിൽ രക്തമല്ല വരുന്നത്. അതുകൊണ്ട് എത്രയോ വ്യത്യാസമുണ്ട്. പ്രകൃതിയിൽ കാണുന്ന ചെടികളും സസ്യങ്ങളും മനുഷ്യന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അതേസമയത്ത് മൃഗങ്ങളും മറ്റും ഭക്ഷിക്കാൻ ദംഷ്ട്രമുള്ള ജീവികൾക്ക് ഉണ്ടാക്കിയതാണ്. സിംഹം, കടുവ, അങ്ങനെയുള്ള ഈ ദംഷ്ട്രങ്ങൾ, അതായത് ഇറച്ചി കുത്തിക്കയറാൻ കടിച്ചു കയറാൻ പറ്റുന്ന പല്ലുകളുള്ളവർക്ക്. മനുഷ്യൻ്റെ പല്ലിൻ്റെയും വായയുടെ അവസ്ഥ ഇറച്ചി തിന്നുന്ന രീതിയിലുള്ള അവസ്ഥയല്ല മനുഷ്യനുള്ളത്. ആളുകൾ ജന്തുക്കളെ ദയനീയമായി കൊന്ന്, അവർക്ക് അവസ്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ജന്തുക്കളുടെ ഇറച്ചിന്ന് അവർക്ക് ആവശ്യമില്ല. അതല്ല അവരുടെ ഒരു എന്താ പറയുന്നത്, സന്തോഷിക്കലോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകതയോ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ശക്തി ഉണ്ടാകുന്നുള്ള വിചാരമൊക്കെയാണ്. വാസ്തവത്തിൽ ഇറച്ചി കഴിച്ചാൽ ശക്തിയല്ല ഉണ്ടാകുന്നത്, ഇറച്ചി കഴിച്ചാൽ ഇറച്ചിയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത്, അതിൻ്റെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ ആട് കരഞ്ഞുകൊണ്ടാണ് പോയിരുന്നത്, അതിൻ്റെ മനസ്സിൽ നിറയെ ഭീതിയാണ്. അതേസമയത്ത് തന്നെ അതിന് എങ്ങനെയെങ്കിലും ചാടിപ്പോകാനുള്ള ആവേശം ഉണ്ടാവും കൊല്ലുന്ന സമയത്ത്. ആ സമയത്ത് അതിന് ഈർഷ്യയുണ്ടാവും. ഇങ്ങനെ അതിൻ്റെ പല വികാരങ്ങളും വിചാരങ്ങളും അതിൻ്റെ ബ്ലഡിൽ ലയിക്കും. ആ ബ്ലഡിൽ ലയിച്ച ഇറച്ചിയാണ് മനുഷ്യൻ കഴിക്കുന്നത്. അത് കഴിക്കുന്ന മനുഷ്യനും ഇതുപോലെ തന്നെ മുൻകോപം ഉണ്ടായിരിക്കും, എന്തെങ്കിലും കണ്ട അതിഭയങ്കര ഭയം ഉണ്ടായിരിക്കും. ഈ മൃഗങ്ങളുടെ ആ ശക്തി, ആ വിശേഷം, അവർക്കുണ്ടായിരുന്ന അപ്പോഴുണ്ടായിരുന്ന അനുഭവം ഇവൻ്റെ ശരീരത്തിലും അവനറിയാതെ തനിയെ കയറും. അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും പെട്ടെന്ന് ആളുകൾ അക്രമികളാകുന്നതും. ജന്തുക്കളെ തിന്ന ആൾക്കാരെല്ലാം, ഈ പോത്തിനെയും ഇങ്ങനെയുള്ള ജന്തുക്കളൊക്കെ തിന്നുന്ന ആൾക്കാർ, പന്നികളൊക്കെ തിന്നുന്ന ആൾക്കാർ, അവരുടെ ആ ജൈവികളുടെ രക്തത്തിലുള്ളത് ഇവരുടെ രക്തത്തിൽ വന്നു ചേരുകയാണ് ചെയ്യുന്ന സമയത്ത്. ഇറച്ചി കഴിച്ചാൽ ഇറച്ചി ഉണ്ടാവുള്ളൂ, ശക്തി ഉണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല. അതിനുള്ള തെളിവാണ്, നമ്മളിപ്പോൾ മോട്ടറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചോദിക്കും എത്ര ഹോഴ്സ് പവറാണ്. എന്താണ് ഈ ഹോഴ്സ് പവർ? കുതിരശക്തി. കുതിര ഇറച്ചി കഴിക്കുന്നുണ്ടോ? കുതിര സസ്യബുക്കാണ്. സസ്യബുക്കായിട്ടും അതിൻ്റെ ശക്തിയാണ് വിശേഷമായിട്ടുള്ളത്. അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അതാണ് ഈ നമ്മുടെ മോട്ടോറിന് കൂടെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, HP എന്നെഴുതി കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കരയിലെ ഏറ്റവും വലിയ ജീവി ആന, ഇത്രയും വലുതായി, നല്ല വലുപ്പമുണ്ട്. ഇത് മാംസബുക്കാണോ? അല്ല, സസ്യം മാത്രം കഴിക്കുന്നതാണ്. അപ്പം നമ്മളുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. കാരണം സസ്യം കഴിക്കുന്ന ആളുകളുടെ ശക്തി പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സസ്യം കഴിച്ചാൽ, സസ്യബുക്കുകളായി കഴിഞ്ഞാൽ എത്രമാത്രം ശക്തി ഉണ്ടാവുന്നു, എത്രമാത്രം ബുദ്ധി ഉണ്ടാകുമെന്നല്ല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാലും മനുഷ്യർ ആവശ്യമില്ലാതെ, ആവശ്യത്തിനാണെങ്കിൽ ശരിയാണ്, പഴയ കാലങ്ങളിൽ ഇപ്പോഴും സമുദ്രതീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രധാന ഭക്ഷണം അന്നത്തെ കാലങ്ങളിൽ മീനും കപ്പയായിരുന്നു. അന്ന് അവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല, അഥവാ കൃഷി ചെയ്യാനുള്ള ഭൂമിയല്ല അവരുടെ അടുത്തുള്ളത്. മണൽ നിറഞ്ഞ ഭൂമിയും ഉപ്പ് നിറഞ്ഞ ഭൂമിയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവരുണ്ടാക്കിയത് പെട്ടെന്നുണ്ടാകാൻ പറ്റുന്ന സാധനം കപ്പയാണ്. കപ്പ അവർക്ക് പെട്ടെന്നുണ്ടാവും. പിന്നെ സമുദ്രത്തിൽ നിന്ന് മത്സ്യങ്ങളെ പിടിച്ച് കഴിക്കാം. അത് അന്ന് അവർക്ക് ആവശ്യമായിരുന്നു, കാരണം അവർക്ക് വേറെ ഭക്ഷണം കിട്ടില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ രീതിയിലുള്ള ഭക്ഷണം കിട്ടാനുണ്ട്.
എന്നിട്ടും നമ്മൾ ആർഭാടത്തിന് വേണ്ടി ജീവികളെ നിഷ്കരണം കൊന്ന് ഭക്ഷിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇങ്ങനെ വേണോ വേണ്ടേ എന്നുള്ളത്. ചെയ്യുന്നവരോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇവിടെ പല ഭാഗങ്ങളിലും പാർട്ടികൾ നടക്കാറുണ്ട്, കല്യാണ പാർട്ടികൾ. കല്യാണ സദ്യകളെല്ലാം നടക്കുന്നത് വെജിറ്റേറിയനായിട്ടാണ് നടക്കുമെങ്കിലും ചെക്കൻ്റെ വീട്ടിലെ പാർട്ടികൾ എപ്പോഴും കാണുന്നത് നോൺ വെജിറ്റേറിയൻ പാർട്ടികളാണ് ചെക്കൻ്റെ വീട്ടുകാർ മാക്സിമം നടത്തുന്നത്. അത് പ്രധാനമായിട്ടും കോഴികളായിരിക്കും. കോഴികളെ ഒരു മംഗളകരമായ കാര്യത്തിൽ, ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ, സന്തോഷിക്കേണ്ട കാര്യത്തിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോഴികളെ കൊന്ന് അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അതോടുകൂടെ ആ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ദാമ്പത്യ ജീവിതം തകർന്നു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പലതും കാണുന്നത്. ഏകദേശം കല്യാണം കഴിഞ്ഞാൽ 5% ഡിവോഴ്സ് ആവുന്നുണ്ട്, ഒരു 10%ഓളം മാറി താമസിക്കുന്നുണ്ട്, ഒരു 50 വർഷത്തിലേയും സ്വരച്ചേർച്ചയില്ലാതെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാരണം ആ ജന്തുക്കളുടെ, ആ ജീവികളുടെ ശാപം ഈ വധൂവരന്മാർ ഏറ്റുകഴിഞ്ഞു, അവർക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം അവർ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അവർ മംഗളകരമായ കാര്യത്തിൽ ഇറച്ചിയും കോഴി ബിരിയാണിയും അതുപോലെ തന്നെ എല്ലാം ഉപയോഗിച്ച് സസ്യങ്ങൾ കിട്ടാനുണ്ടെങ്കിലും സസ്യഭക്ഷണം വേണ്ടുവോളം അവൈലബിൾ ആണെങ്കിലും ആവശ്യത്തിന് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് ഇവരുപയോഗിക്കുന്നുണ്ട്. അതല്ല ഏറ്റവും വലിയ പ്രയാസം, അതല്ല കാര്യം. ഇന്നത്തെ കാലത്ത് കല്യാണങ്ങളും ഇതെല്ലാം നടക്കുന്ന സമയത്ത്, പാർട്ടികൾ നടക്കുന്ന സമയത്ത് മുമ്പെല്ലാം ബന്ധുക്കളെയും അയൽപ്പക്കക്കാരെയും ക്ഷണിച്ചിരുന്നു. ഇന്നത്തെ കല്യാണങ്ങൾ അങ്ങനെയല്ല. ബന്ധുക്കളെ മാത്രമല്ല, അയൽപ്പക്കക്കാരെ മാത്രമല്ല, രാഷ്ട്രീയക്കാരെ മാത്രമല്ല, നാടടച്ച് ക്ഷണിക്കും. നാടടച്ച് ക്ഷണിച്ച് അവർ കല്യാണ പാർട്ടികൾക്ക് വിളിക്കും. വൈകുന്നേര സമയമാവും കല്യാണ പാർട്ടി. ചില സ്ഥലങ്ങളിൽ ബോട്ടിലുണ്ടാവും. ബോട്ടിൽ കഴിക്കേണ്ടവർക്ക് ബോട്ടിൽ കിട്ടും, ഇറച്ചി കഴിക്കേണ്ടവർക്ക് ഇറച്ചി കിട്ടും, ബിരിയാണി കഴിക്കേണ്ടവർക്ക് ബിരിയാണി കിട്ടും. അതാണ് ഇന്നത്തെ കല്യാണ പാർട്ടികൾ മുഴുവൻ കാണുന്നത്. പക്ഷേ ഇങ്ങനെ പാർട്ടി നടത്തുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആ ഭക്ഷണം നിങ്ങൾ ക്ഷണിച്ച എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാവണം, അല്ലേ? നിങ്ങൾ ക്ഷണിക്കുന്ന ആളിലൊരു പക്ഷേ വെജിറ്റേറിയൻ ഉണ്ടായിരിക്കും, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർ വന്നാലും അവർ ആ ഹോളിലേക്ക് കയറുമ്പോഴും അവരുടെ മൂക്കിലടിക്കുന്നത് നോൺ വെജ് സ്മെല്ലുകളാണ്. പക്ഷേ അവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ കഴിയില്ല. ഞാൻ ഈ കാര്യം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, അതിനെന്താ സാർ, ഞങ്ങൾ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ രണ്ടും ഉണ്ടാക്കുന്നുണ്ടല്ലോ, വെജിറ്റേറിയൻ കഴിക്കേണ്ടവർക്ക് വെജിറ്റേറിയൻ കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ അമേധ്യത്തിൻ്റെ ഒരു കുഴിയുണ്ട്, കുഴിയുടെ നടുക്ക് വെച്ച് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അമേധ്യത്തിൻ്റെ സ്മെല്ല് കൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കൂ. നോൺ വെജ് കഴിക്കാത്ത ആളുകൾ വെജിറ്റേറിയൻ ഭക്ഷണം അടുത്ത് വെച്ച് കൊടുത്താലും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ മനസ്സറിഞ്ഞ് കഴിക്കില്ല. പിന്നെ സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും അല്ലെങ്കിൽ അടുപ്പം കൊണ്ടും അവരവിടെ പോയിരുന്ന് വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടാണ് നോൺ വെജ് കഴിക്കുന്നിടത്തിരുന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഒന്നുകിൽ നിങ്ങൾ ഈ പാർട്ടികൾക്കെല്ലാം നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരെയും വിളിക്കാതിരിക്കുക. ഭക്ഷണക്രമങ്ങൾ ആരുടെയെല്ലാം നിങ്ങൾക്ക് അറിയുമോ അവരെ മാത്രം ക്ഷണിക്കുക. അല്ലെങ്കിൽ പാർട്ടികൾക്ക് വെറും വെജിറ്റേറിയൻ മാത്രമായിട്ട് പാർട്ടികൾ ഉണ്ടാക്കുക. വെജിറ്റേറിയൻ എല്ലാ മനുഷ്യരും കഴിക്കും, ആരും അതിന് കുറ്റം പറയില്ല, ആർക്കും അതിൽ അരുചിയില്ല, ആരും ഇത് ശരിയല്ലെന്ന് പറയില്ല. അത് പൊതുവായിട്ടുള്ള ഭക്ഷണമാണ് വെജിറ്റേറിയൻ ഭക്ഷണം. എന്നാൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അങ്ങനെയല്ല, അതെല്ലാവരും കഴിക്കില്ല. അതുകൊണ്ട് പാർട്ടികൾ നടത്തുന്ന ആൾക്കാർ ഇപ്പോൾ സ്കൂളുകളിലെല്ലാം കാണാറുണ്ട്, കോളേജുകളിൽ കാണാറുണ്ട്, കോളേജുകളിൽ വിട്ട് പോകുന്ന സമയത്ത് കാണാറുണ്ട് ബിരിയാണി നടക്കുന്നത്. വിദ്യാലയമാണ്, സരസ്വതി ക്ഷേത്രമാണ്, അവിടെയും കുറച്ച് കുട്ടികളെ മാറ്റി നിർത്തി മറ്റൊരു ഭാഗം നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അപാകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാസ്തവ ഈ സിസ്റ്റം നമുക്ക് മാറ്റേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ നമ്മൾക്ക് എടുത്തു കളയേണ്ടതല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരെ ഈ നോൺ വെജ് പാർട്ടിക്ക് വേണ്ടി വിളിക്കുന്നത്? ഏറ്റവും വലിയ വഞ്ചനയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നന്ദി, നമസ്കാരം. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.